നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ ചിരി കണ്ടാലറിയാം നിങ്ങളുടെ ഉത്തരം എന്താണെന്നുള്ളത്. എങ്കിലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ലൈഫിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സഹായങ്ങളാണ് എല്ലാവരുടെയും ഒരു ജീവൻ്റെ ഒരു അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ സുഹൃത്തുക്കളെയോ എന്തിനെ നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരുടെ സാഹചര്യമോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് സഹായിക്കാൻ പോകും. അവസാനം ഇത് നമുക്ക് തന്നെ വിനയായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് തൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ കാര്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ഹോൾഡ് വെച്ച് സഹായിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തനിക്കുള്ള എല്ലാ ഹോൾഡുകളും ഉപയോഗിച്ചിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ മനുഷ്യൻ വിളിച്ചിട്ട് പറയുകയാണ്, അയ്യോ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് പൈസയൊന്നും ഇരിപ്പില്ല, ഒരു മാസം സമയം കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റൊരു ആവശ്യത്തിന് മാറ്റിവെച്ച ക്യാഷ് ആണെങ്കിൽ പോലും അതെടുത്ത് ആ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി സഹായിക്കുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ പണം തിരികെ കിട്ടാതായപ്പോൾ ഇദ്ദേഹം ആ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിരുന്നെങ്കിൽ ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഞങ്ങളാകെ പെട്ട് കിടക്കുക, മകൻ ആ കോളേജിൽ പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നീ അന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ കോളേജിൽ ചേർത്തത് പോലും. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. നീ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വല്ലാത്തൊരു സങ്കടത്തിലായി. കാരണം അവർ പറഞ്ഞിട്ടാണ് അവർക്ക് വേണ്ടി ഒരു അഡ്മിഷൻ ശരിയാക്കി കൊടുത്തതും അതുപോലെ പണമില്ലാതിരുന്നപ്പോൾ സഹായിച്ചതുമൊക്കെ. അവസാനം മകന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കുറ്റം മുഴുവൻ ഈ സുഹൃത്തിൻ്റെ തലയിലായി. അവസാനം തൻ്റെ കയ്യിലെ പണവും പോയി, നല്ലൊരു പേര് ദോഷവും കിട്ടി. ഇത്തരത്തിൽ പലപ്പോഴും ലോൺ എടുക്കാൻ വേണ്ടി ഗ്യാരണ്ടറായിട്ട് നിന്നിട്ടൊക്കെ പലർക്കും പലതരത്തിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ പണി കിട്ടിയ ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെയുണ്ട്. ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു നല്ല കാര്യമാണ് നമുക്കിപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. പക്ഷേ പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ സഹായിക്കാൻ പോകുന്ന വ്യക്തിയുടെ സ്വഭാവം സത്യത്തിൽ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഈ സഹായം ചെയ്യാൻ ഇറങ്ങാവൂ. പിന്നെ ചില ആളുകളുടെ ഉള്ളിലുള്ള ഒരു സേവിയർ കോംപ്ലക്സ്, അതായത് മറ്റുള്ളവരെ സഹായിക്കണം, രക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഇത് കുറച്ച് അമിതമായിട്ടുണ്ടാകുന്ന ചില ആളുകളുണ്ട്. അതായത് ഞാൻ സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റാരുമില്ല, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യം ആകെ ബുദ്ധിമുട്ടിലാകും എന്ന് കരുതിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ എടുത്ത് തലയിൽ വെക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ഈ ബാലേട്ടൻ സിനിമയിലെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ വരും വരായികളൊന്നും ചിന്തിക്കാതെ അതിലേക്ക് എടുത്ത് ചാടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രത്യേകത. ഒടുക്കം ആ സുഹൃത്തുക്കൾ പോലും കൂടെ ഉണ്ടാവണമെന്നില്ല, അവർ പോലും അവസാനം കുറ്റം പറയുന്നത് ആരെയായിരിക്കും? ഈ വ്യക്തിയെ തന്നെ ആയിരിക്കും. ഈ സേവിയർ കോംപ്ലക്സിൻ്റെ ഒരു വലിയ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത് സ്വയം നമ്മളെ തന്നെ മാനസികമായിട്ട് തളർത്തുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും, ഈ സുഹൃത്തിൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? അവരെ സഹായിക്കാൻ തുടങ്ങും. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആ സുഹൃത്തിനെ നമ്മൾ ഡിപ്പെൻഡഡ് ആക്കാൻ തുടങ്ങും. ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും, ഇത് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും, അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയാൽ അവർ വല്ലാതെ നമ്മളിൽ ഡിപ്പെൻഡഡ് ആവാൻ തുടങ്ങും. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ വേണം, അല്ലാതെ മറ്റൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഇതുണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ആവശ്യപ്പെടാതെ ഒരു കാരണവശാലും ഒരാളെ സഹായിക്കാൻ പോകരുത് എന്നുള്ളത്. പലപ്പോഴും അവരാവശ്യപ്പെടാതെ നമ്മൾ അങ്ങോട്ട് കയറി കുറേ സഹായങ്ങൾ ചെയ്യും, അവസാനം ഇൻസൾട്ടഡായി തിരിച്ചു വരേണ്ട അവസ്ഥ കുറച്ച് പേരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ സഹായിക്കുന്ന മനോഭാവം മാറ്റമൊന്നും വേണ്ട, പക്ഷേ നമുക്ക് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇനി ഇത്തരത്തിലുള്ള പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തീർക്കേണ്ടതല്ല എന്നൊരു തിരിച്ചറിവ്. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ അവരവർ പരിഹരിച്ചിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നം എടുത്ത് നമ്മൾ തലയിൽ വെച്ചിട്ട് അത് മുഴുവൻ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അവരെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം, അല്ലാതെ ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരൊരുപാട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചുരുക്കാം. മൂന്നാമത്തെ കാര്യം, ചിരിച്ചുകൊണ്ട് തന്നെ നോ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നോ പറയണം എന്നുള്ളതാണ്. ഈ നോ പറയാത്തത് കൊണ്ട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ നോ പറയുന്നതും അല്ലെങ്കിൽ നോ കേൾക്കുന്നതിനെ കുറിച്ചിട്ട്, അസർട്ടീവ്നെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ പലരുടെയും ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടക്കുറവായിട്ട് കാണുമോ, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇതിൻ്റെ പേരിൽ നോ പറയാതിരിക്കും. എന്നിട്ട് സഹിക്കാനുള്ളത് മുഴുവൻ സഹിക്കും. ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ പോലും പലരും പല കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നോ പറയാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ നോ പറയാനുള്ളത് കൃത്യമായിട്ട് നോ പറഞ്ഞേക്കാം. അതൊരു ഇഷ്ടക്കുറവല്ല, നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ തുറന്ന് പറയുക എന്നുള്ളതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കും ആരോടും സഹായം ആവശ്യപ്പെടാം. പക്ഷേ ആ സഹായം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സഹായം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലിബർട്ടി ഉപയോഗിക്കണം. നമ്മളെന്ത് ചെയ്യണം? നോ പറയാൻ പറ്റുന്നതാണെങ്കിൽ നോ പറയണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ, നമ്മുടേതായ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ സഹായിക്കാൻ പോകുന്നതിന് മുന്നേ സ്വയം ചോദിക്കേണ്ട ചോദ്യമുണ്ട്, എനിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതെന്നും കൂടെ. മറ്റുള്ളവരെ സഹായിക്കേണ്ട, രക്ഷിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വരും വരായികളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുന്ന ആ ഒരു ടെൻഡൻസി മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് വീണ്ടും വീണ്ടും പണികൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ കുതിരകളെയും നമുക്ക് നദിക്കരയിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എല്ലാ കുതിരകളും വെള്ളം കുടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാ ആളുകളും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളെ അറിഞ്ഞിട്ട് നമ്മൾ സഹായിക്കണം. നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് സഹായിക്കാം.